മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഞൊട്ടാഞ്ഞൊടിയൻ എന്ന പേരിൽ തെക്കൻ കേരളത്തിൽ അറിയപ്പെടുന്ന, ഇംഗ്ലീഷിൽ ഗോൾഡൻ ബെറി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നതും ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ വൻ പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്നതുമായ ഒരു ഔഷധ സസ്യത്തിനെ പറ്റിയാണ്. നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിൽ മഴക്കാലത്തിൻ്റെ ആരംഭത്തോടെ കിളിച്ചു വരികയും മഴക്കാലം തീരുന്നതോടെ പൂർണ്ണമായും ഇല്ലാതാവുകയും അഥവാ പ്രകൃതിയിലേക്ക് തന്നെ മടങ്ങുകയും ചെയ്യുന്ന അത്ഭുത ഗുണങ്ങളുള്ള ഒരു സസ്യമാണ്, ഒരു പച്ചമരുന്നാണ് ഗോൾഡൻ ബെറി അഥവാ ഞൊട്ടാഞ്ഞൊടിയൻ. മുൻകാലങ്ങളിൽ കുട്ടികൾ വഴി ഓരങ്ങളിൽ നിൽക്കുന്ന ഈ സസ്യത്തിൻ്റെ കായ്കൾ, അതായത് പഴമല്ല, ഇളം കായ്കൾ പറിച്ചെടുത്ത് നെറ്റിയിൽ ഇടിച്ച് ഞൊട്ട കേൾപ്പിക്കാറുണ്ടായിരുന്നു. ഒരുപക്ഷെ അങ്ങനെ ഉള്ളതുകൊണ്ടാവാം ഈ തെക്കൻ കേരളത്തിൽ ഇതിന് ഞൊട്ടാഞ്ഞൊടിയൻ എന്ന പേരുണ്ടായത് എന്ന് ഊഹിക്കുന്നു. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും പല പേരിലാണ് അറിയപ്പെടുന്നത്. ഒട്ടനവധി ഔഷധ ഗുണങ്ങളുള്ള ഈ സസ്യത്തിൻ്റെ പാകമായി പഴുത്ത കായ്കൾക്ക് വളരെ സ്വാദും നല്ല മധുരവും ഉള്ളതാണ്. ഒപ്പം നിരവധി ഔഷധ ഗുണങ്ങളുടെ അത്ഭുത കലവറ കൂടിയാണ് ഈ ഞൊട്ടാഞ്ഞൊടിയൻ പഴം. വളരെ വിലയേറിയ, എന്നാൽ നമുക്കുണ്ടാകുന്ന ഒട്ടുമിക്ക രോഗങ്ങളെയും വേരോടെ ഇല്ലാതാക്കാൻ കഴിയുന്നതുമായ അത്ഭുത ഫലസിദ്ധിയുള്ള ഒരു പച്ചമരുന്നാണ് ഞൊട്ടാഞ്ഞൊടിയൻ എന്ന് പറയുന്നത്. കേരളത്തിൽ നിന്നും വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ സസ്യം പരിചരിക്കേണ്ടതും ഇളം തലമുറയ്ക്ക് ഈ സസ്യത്തിൻ്റെ അത്ഭുത ഔഷധ ഗുണങ്ങളെപ്പറ്റി പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കേണ്ടതും ഇത് സംരക്ഷിക്കേണ്ടതും നമ്മുടെ ഒരു ബാധ്യതയായി നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. കർക്കിടക മാസത്തിൽ നമ്മൾ ഔഷധ കഞ്ഞിക്കൂട്ടിൽ ഇതുകൂടി ഉൾപ്പെടുത്തിയാൽ ഗുണം മെച്ചമാണ്. രോഗപ്രതിരോധ ശേഷിക്ക് ഇതിൻ്റെ പഴത്തിനോളം കഴിവുള്ള മറ്റൊരു പഴം ഇല്ല എന്ന് തന്നെ പറയാം. കാഴ്ചശക്തി വർദ്ധിപ്പിക്കുവാനും നേത്ര സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകാതിരിക്കാനും നേത്ര സംബന്ധമായി ഉള്ള രോഗങ്ങൾ ഇല്ലാതാവാനും വളരെ ഫലപ്രദമായ ഒരു മരുന്നാണ് ഈ ഗോൾഡൻ ബെറി അഥവാ ഞൊട്ടാഞ്ഞൊടിയൻ്റെ പഴം. രക്തസമ്മർദ്ദം കുറയ്ക്കാനും കൊളസ്ട്രോൾ, അതായത് നമ്മുടെ ശരീരത്തിന് വേണ്ടാത്ത കൊളസ്ട്രോൾ, ചീത്ത കൊളസ്ട്രോൾ ഇല്ലാതാക്കി ശരീരത്തിനെ പരിപോഷിപ്പിക്കുവാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനും വളരെയധികം ഗുണങ്ങളുള്ള ഒരു ഔഷധം കൂടിയാണ് ഞൊട്ടാഞ്ഞൊടിയൻ പഴമെന്ന് പറയുന്നത്. എല്ലുകൾക്കും പല്ലുകൾക്കും ബലവും ശക്തിയും പകരാനും എല്ലുകൾക്കും പല്ലുകൾക്കും ഒരു വിധത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാവാതിരിക്കാനും ഇതിൻ്റെ പഴം സ്ഥിരമായി കഴിക്കുന്നതിലൂടെ സാധിക്കും എന്ന കാര്യം നാം മറക്കരുത്. അതുപോലെ തന്നെ വാതരോഗത്തിന് വളരെ ഫലപ്രദമായ ഒരു ഔഷധം കൂടിയാണ് ഞൊട്ടാഞ്ഞൊടിയൻ. ഞൊട്ടാഞ്ഞൊടിയൻ സമൂലം പറിച്ചെടുത്ത് ചെറു കഷ്ണങ്ങളാക്കി വൃത്തിയാക്കി കഷായം വെച്ച് കുടിക്കുകയാണെങ്കിൽ വാദസംബന്ധമായ എല്ലാ രോഗങ്ങളും പൂർണ്ണമായും മാറിക്കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അമിതവണ്ണം ഇന്ന് മിക്ക ആളുകളുടെയും ഒരു ദുഃഖമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ചിലവേറിയ ചികിത്സാ വിധികളും അതുപോലെ തന്നെ യന്ത്രങ്ങൾ കൊണ്ടുള്ള വ്യായാമമുറകളും ഓട്ടം, ചാട്ടം, നടത്താം മുതലായവയും ഒക്കെ ചെയ്തിട്ടും പൊണ്ണത്തടി മാറുന്നില്ലെങ്കിൽ അവർക്ക് ആശ്വസിക്കാൻ പറ്റുന്ന ഒരു പച്ചമരുന്നാണ് ഞൊട്ടാഞ്ഞൊടിയൻ. ഞൊട്ടാഞ്ഞൊടിയൻ പഴം ധാരാളമായി കഴിക്കാമെങ്കിൽ ആ പൊണ്ണത്തടി മാറിക്കിട്ടുകയും തത്സംബന്ധമായ ശരീരത്തിനുണ്ടാകുന്ന എല്ലാവിധ പ്രശ്നങ്ങളും മാറുകയും ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ദഹന പ്രക്രിയയ്ക്ക് ഏറ്റവും ഫലപ്രദമായ ഒരു മരുന്ന് കൂടിയാണ് ഞൊട്ടാഞ്ഞൊടിയൻ പഴം. നമുക്കറിയാം, നമുക്കുണ്ടാകുന്ന മിക്ക രോഗങ്ങളുടെയും സൂത്രധാരൻ നമ്മുടെ ഉദര സംബന്ധമായ അസുഖങ്ങളാണ്. ദഹനക്കുറവും ദഹിച്ച ഭക്ഷണങ്ങൾ പുറന്തള്ളാതെ ഇരിക്കുമ്പോഴുണ്ടാകുന്ന ആ അവസ്ഥയിൽ നിന്നുണ്ടാകുന്നതാണ് മനുഷ്യർക്കുണ്ടാകുന്ന മിക്ക രോഗങ്ങൾക്കും. ഇവ മാറ്റിയെടുക്കുവാൻ ഞൊട്ടാഞ്ഞൊടിയൻ പഴത്തിന് അപാരമായ കഴിവുണ്ടെന്ന കാര്യം നാം മറക്കരുത്. നീർക്കെട്ട്, വേദന എന്നിവ മാറാൻ ഏറ്റവും ഫലപ്രദമായ ഒരു മരുന്ന് കൂടിയാണ് ഈ ഞൊട്ടാഞ്ഞൊടിയൻ. അതുപോലെ തന്നെ ഞാൻ അല്പം മുമ്പ് പറഞ്ഞു, മഴക്കാലത്ത് ഇത് കിളുത്തു വരികയും അതിന് ശേഷം മഴക്കാല അവസാനത്തോടുകൂടി ഇത് പ്രകൃതിയിലേക്ക് മടങ്ങുകയും ചെയ്യുന്നു. ഒരു കാര്യം പ്രകൃതി ഒളിച്ചു വച്ചിട്ടുണ്ട്. മഴക്കാലത്ത് പഴയ കാലങ്ങളിൽ ഇപ്പോഴും ഒക്കെ പല വിധത്തിലുള്ള പനികളും ജലദോഷവും ചുമയും ഒക്കെ നമുക്കുണ്ടാകാറുണ്ട്. ഈ പനിയും ജലദോഷവും ചുമയും ഒക്കെ പിടിപെടുമ്പോൾ ഈ ഞൊട്ടാഞ്ഞൊടിയൻ പറിച്ചെടുത്ത്
സമൂലം കഷായം വെച്ച് നമ്മൾ കുടിക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും ആ പനി മാറിക്കിട്ടും. അങ്ങനെ ആശുപത്രി ചിലവും പണച്ചിലവും നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഒരുപക്ഷെ ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കും കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഔഷധ സസ്യങ്ങൾ കൂടി പ്രകൃതി നമുക്ക് നൽകിയിട്ടുള്ളത്. നമ്മൾ എന്തുകൊണ്ടോ ഇവ മനസ്സിലാക്കാതെ ഒരുപക്ഷെ മനസ്സിലായാൽ അവഗണിച്ച് കളയുന്നതിൻ്റെ ഫലമായിട്ടാണ് പല പേരുകളിലും പല രൂപങ്ങളിലും പല രോഗലക്ഷണങ്ങളുടെയൊക്കെ നമുക്ക് അസുഖങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാര്യം നാം മറക്കരുത്. അതുപോലെ തന്നെ കരൾ, വൃക്കരോഗങ്ങൾ എന്നിവയ്ക്ക് ഏറ്റവും ഫലപ്രദമായ ഒരു മരുന്ന് കൂടിയാണ് ഈ ഞൊട്ടാഞ്ഞൊടി എന്ന കാര്യം നാം മറക്കരുത്. നമ്മുടെ ത്വക്ക് രോഗങ്ങൾക്ക്, അതായത് സോറിയാസിസ് പോലെയുള്ള ത്വക്ക് രോഗങ്ങൾക്ക് വളരെ ഫലപ്രദമായി ചികിത്സിക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ് ഈ ഞൊട്ടാഞ്ഞൊടിയൻ എന്ന് പറയുന്നത്. രോഗപ്രതിരോധ ശേഷി കൂട്ടുവാനുള്ള അത്ഭുതമായ കഴിവ് ഞൊട്ടാഞ്ഞൊടിയൻ്റെ ഫലത്തിലുണ്ടെന്ന കാര്യം നാം മറക്കരുത്. കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും നേത്ര സംബന്ധമായ എല്ലാ രോഗങ്ങളും ഇല്ലാതാക്കാനും ഈ ഞൊട്ടാഞ്ഞൊടിയന് കഴിയുന്നു എന്നുള്ളതൊരു സത്യം തന്നെയാണ്. അതുപോലെ തന്നെ കരൾ രോഗങ്ങൾ നമുക്കറിയാം. ഇന്ന് ഒട്ടനവധി മനുഷ്യരെ അനുഭവിക്കുന്ന ഒരു ഗുരുതരമായ രോഗമാണ് കരൾ വീക്കം. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നും വിഷാംശങ്ങൾ അടിഞ്ഞുകൂടി കരളിന് രോഗം ഉണ്ടാവുകയും അങ്ങനെ യാതനകളും വേദനകളും ആയി കഴിഞ്ഞുകൂടുകയും ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഒരു ഉത്തമ പ്രതിവിധിയാണ് ഈ ഞൊട്ടാഞ്ഞൊടിൻ്റെ പഴം സ്ഥിരമായി കഴിക്കുക എന്നുള്ളത്. അതുപോലെ നമ്മുടെ ഞരമ്പുകളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കും. ഞരമ്പുകളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഫലമായിട്ട് രക്തയോട്ടം സുഗമമാവുകയും ഒക്കെ ചെയ്യുകയും അങ്ങനെ രക്തചംക്രമണം ശരിയാവുന്നതോടുകൂടി നമ്മുടെ ഒട്ടുമിക്ക ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഈ ഞൊട്ടാഞ്ഞൊടിയൻ മരുന്നായി ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കുന്നു എന്നുള്ള കാര്യം സത്യം തന്നെയാണ്. അതുപോലെ തന്നെ രക്തം ശുദ്ധീകരിക്കാനും അത്ഭുതകരമായ കഴിവുള്ള ഒരു സസ്യമാണ് ഞൊട്ടാഞ്ഞൊടിയൻ പഴം കഴിക്കുന്നത്. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി മഞ്ഞപ്പിത്തം. അതുപോലെ തന്നെ നമുക്ക് വളരെയധികം നമ്മളെ ഭയപ്പെടുത്തുന്ന അപസ്മാരം എന്ന് പറയുന്ന ഒരു രോഗമുണ്ട്. അപസ്മാരം. ഈ അപസ്മാരത്തിനും മഞ്ഞപ്പിത്തത്തിനും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അത്ഭുത മരുന്നാണ് ഈ ഞൊട്ടാഞ്ഞൊടിയൻ. മാനവരാശിക്ക് ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുന്ന ക്യാൻസർ എന്ന മാരകമായ രോഗത്തിനെ ചെറുക്കാനും ആ ക്യാൻസർ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ ക്യാൻസർ കോശങ്ങൾ നശിപ്പിച്ച് കളയുവാനും ഞൊട്ടാഞ്ഞൊടിയനോളം കഴിവ് മറ്റ് ഒരു സസ്യങ്ങൾക്കുമില്ല എന്നുള്ള കാര്യം സത്യം തന്നെയാണ്. ഇത്തരത്തിൽ അത്ഭുതകരമായ ഒട്ടനവധി കഴിവുകളുള്ള ഈ ഞൊട്ടാഞ്ഞൊടിയൻ ഓരോ വീട്ടിലും വച്ചു വളർത്തേണ്ടത് അത്യാവശ്യമാണ്. നമുക്ക് ചെടിച്ചട്ടിയിലോ ചാക്കിലോ അതുപോലെ തന്നെ നമ്മുടെ പറമ്പിലോ ഗ്രോ ബാഗിലോ ഒക്കെ ഞൊട്ടാഞ്ഞൊടിയൻ നട്ടു വളർത്തിയെടുക്കാൻ സാധിക്കും. ഇതിൻ്റെ പഴങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിൽ വൻ പ്രചാരവും വൻ വിലയുമാണ്. വിദേശ രാജ്യങ്ങളിൽ വില കൂടിയോടുകൂടിയാണ് ഞൊട്ടാഞ്ഞൊടിയനെ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അതുവരെ ഒരു കാട്ടുചെടിയായി മാത്രം നാം കണ്ടുകൊണ്ടിരുന്ന ഞൊട്ടാഞ്ഞൊടിയന് ഇന്ന് ആളുകൾ അന്വേഷിച്ച് കണ്ടെത്തി ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. എങ്കിലും വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഞൊട്ടാഞ്ഞൊടിയൻ നമുക്ക് സംരക്ഷിക്കേണ്ടതും ഇതിൻ്റെ അത്ഭുത മരുന്നിൻ്റെ ഗുണങ്ങളെപ്പറ്റി ഇളം തലമുറകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതും അത്യാവശ്യമാണ്. ഇത് കിളിർത്ത് പുഷ്പിച്ച് കായ്ഫലത്തോടു കൂടി നിൽക്കുന്നത് കാണാൻ നമുക്ക് വളരെയധികം ചന്തമാണ്. അതുകൊണ്ട് നമ്മുടെ പൂന്തോട്ടങ്ങളിൽ ഇത് ഒന്ന് നട്ടുപിടിപ്പിക്കുന്നത്, നമ്മുടെ കൃഷിത്തോട്ടങ്ങളിൽ ഇതെല്ലാം ഒന്ന് നട്ടുപിടിപ്പിക്കുന്നത് ഒക്കെ വളരെയധികം ഉത്തമമാണ്. പ്രകൃതി നമുക്ക് വരദാനമായി നൽകിയിട്ടുള്ള ഇത്തരം ആയുർവേദ ഔഷധ സസ്യങ്ങൾ അത് നടേണ്ടതും അത് സംരക്ഷിക്കേണ്ടതും നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് എന്ന കാര്യം മനസ്സിലാക്കണം. അങ്ങനെ അതുൾപ്പെടെ ഈ ഞൊട്ടാഞ്ഞൊടിയൻ ഉൾപ്പെടെയുള്ള ഈ മരുന്നുകളുടെ സംരക്ഷണം ഒരു നമുക്ക് ഏറ്റെടുത്ത് പ്രകൃതിയെ സംരക്ഷിക്കാനും മാനവരാശിയുടെ ജീവിതം സന്തോഷപൂർണ്ണമാക്കാനും രോഗമില്ലാത്ത ഒരു നാളേക്ക് വേണ്ടി പ്രവർത്തിക്കാനും നമുക്ക് പരിശ്രമിക്കാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ ഈ തരത്തിലുള്ള നമ്മുടെ കൃഷികളെപ്പറ്റിയും നമ്മുടെ പച്ചമരുന്നുകളെപ്പറ്റിയും ഉള്ള വീഡിയോകൾ ഇഷ്ടമെങ്കിൽ ദയവായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇതിനോടൊപ്പമുള്ള ബെല്ലൈക്കനുണ്ട്, അത് അമർത്താമെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോഴപ്പോഴും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണയും സഹായ സഹകരണങ്ങളും സാദരം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.